സിപ്പ് ലൈനിൽ തൂങ്ങിപ്പോകുന്ന ഫോട്ടോ പങ്കുവച്ച് കോൺഗ്രസ് നേതാവ് വി.ടി. ബൽറാം. നൂലിൽ കെട്ടിയിറക്കിയ നേതാവാണ് ബൽറാം എന്ന് കെ.പി.സി.സി നിർവാഹക സമിതി അംഗമായ സി.വി. ബാലചന്ദ്രൻ വിമർശിച്ചിരുന്നു. സ്നേഹം എന്ന ക്യാപ്ഷനോടെയാണ് ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സാജിദ അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, തനിക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയായിട്ടാണോ വി.ടി. ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്? ദിവ്യ, ചില ഫോട്ടോകൾ അങ്ങനെയാണ്. അത് വലിയ പ്രസംഗങ്ങളെക്കാളും വലിയ എഴുത്തിനേക്കാളും ചില സന്ദേശങ്ങൾ കൈമാറും. അത്തരത്തിലുള്ള ഒരു സന്ദേശം കൈമാറുക തന്നെയാണ് വി.ടി. ബൽറാം ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കാരണം അദ്ദേഹം സാധാരണ എല്ലാ വിഷയങ്ങൾക്കും പ്രതികരണം നടത്തുന്നതാണ്. ഇത് ഈ സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് തനിക്കെതിരെ വലിയ വിമർശനം വന്നിരിക്കുന്നു. അതേക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോടോ സോഷ്യൽ മീഡിയയിലോടോ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഈ ഫോട്ടോ ഇട്ടതിന് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ട്. ഈ സിപ്പ് ലൈനിൽ പോകുന്ന ഒരു ഫോട്ടോയാണ്. നൂലിൽ കെട്ടി ഇറക്കി നേതാവായ ആളാണ്. അങ്ങനെയാണ് വി.ടി. ബൽറാം എം.എൽ.എ. ആയത് എന്നുള്ളതാണ് മുൻ പാലക്കാട് DCC പ്രസിഡന്റും ഈ നിലവിലെ കെ.പി.സി.സി നിർവാഹക സമിതി അംഗവുമായ സി.വി. ബാലചന്ദ്രൻ പറഞ്ഞിരുന്നത്. ഇതിന് ഒരു മറുപടി നൽകുക എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം സിപ്പ് ലൈനിൽ തൂങ്ങിപ്പോകുന്ന ഒരു ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. തൃത്താലയെ സംബന്ധിച്ച് ഈ വലിയ തോതിൽ ഈ തർക്കങ്ങൾക്കും വിതർക്കങ്ങൾക്കും സാധ്യതയേകാവുന്ന ഒരു വിഷയം തന്നെയാണ് സി.വി. ബാലചന്ദ്രൻ തുടക്കം കുറിച്ചത്. അതിന് തുടർച്ചയായി ബൽറാമിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫോട്ടോയിലൂടെയുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും വി.ടി. ബൽറാമിനെ അവിടെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണുള്ളത്. അത് തടയിടുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം സി.വി. ബാലകൃഷ്ണൻ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നേരത്തെ നടത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3000 ചില്ലറ വോട്ടിന് മാത്രമാണ് വി.ടി. ബൽറാം പരാജയപ്പെട്ടത്. ഇതിന് കാരണം സി.വി. ബാലചന്ദ്രനാണ് എന്നുള്ളൊരു വിമർശനം നേരത്തെ തന്നെ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. ഇനി ഇതിൽ കോൺഗ്രസ് നേതൃത്വം ഈ തർക്കത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുമോ എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഈ നേതാക്കൾ ഇത്തരം ഈ തർക്ക വിതർക്കങ്ങൾ എന്നതിനപ്പുറം ഇത് പാർട്ടിയിലെ ഈ അണികൾക്കിടയിലും രണ്ട് ചേരിയായി സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് നേതൃത്വം അടക്കം വിലയിരുത്തുമ്പോഴാണല്ലോ ഇതുപോലെയുള്ള ചെറിയ വിവാദങ്ങൾ ഉയർന്നു വരുന്നത്. അതിന് എത്രത്തോളം ഗൗരവത്തിലെടുക്കും നേതൃത്വം? തീർച്ചയായും പാർട്ടി വലിയ ഗൗരവത്തിൽ തന്നെ ഇത് എടുക്കുന്നുണ്ട്. തൃത്താല എന്നത് ഈ കോൺഗ്രസിന് വലിയ സാധ്യതയുള്ളൊരു മണ്ഡലം തന്നെയാണ്. നിലവിൽ അവിടെ എം.എൽ.എ. ഉള്ളത് മന്ത്രി M.B. രാജേഷാണ്. എങ്കിൽ കൂടി ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് വളരെ ഗൗരവത്തോടെ വിലയിരുത്തുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെ ഈ കൈവിട്ടു പോയ മണ്ഡലങ്ങൾ തിരിച്ചു പിടിച്ചാൽ മാത്രമേ UDF-ന് അധികാരത്തിൽ എത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കെ.പി.സി.സി നേതൃത്വം തന്നെ ശ്രമിക്കുമെന്നതിൽ തർക്കമില്ല. വി.ടി. ബൽറാം കെ.പി.സി.സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ്. മുൻ DCC പ്രസിഡന്റും കെ.പി.സി.സി നിർവാഹക സമിതി അംഗവുമായ സി.വി. ബാലചന്ദ്രനാണ് മറുഭാഗത്തുള്ളത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നതിലേക്ക് ഈ പോകും, അങ്ങനെ പോകേണ്ടി വരും എന്നതിൽ സംശയമില്ല. അത് എത്രത്തോളം സാധ്യമാകും? സി.വി. ബാലചന്ദ്രന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ മറ്റു ചില ഈ കരുക്കൾ കൂടി നീക്കും എന്ന് അറിയുന്നു. അത്തരം കാര്യങ്ങൾ ഈ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അതിൽ ഒരു തെളിച്ചം വരും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നൂലിൽ കെട്ടിയിറക്കിയ നേതാവാണ് ബൽറാം എന്ന സി.വി. ബാലചന്ദ്രന്റെ വിമർശനത്തിനാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വി.ടി. ബൽറാം മറുപടി നൽകിയിരിക്കുന്നത്. സിപ്പ് ലൈനിലൂടെ തൂങ്ങിപ്പോകുന്ന ഫോട്ടോയാണ് വി.ടി. ബൽറാം